ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മളുടെ JEE മെയിൻസ് അഡ്വാൻസ്ഡ് എക്സാമുകൾക്കൊക്കെ നല്ലൊരു റിസൾട്ട് കരസ്ഥമാക്കിയിട്ടുള്ള ജോയ് ആണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ നമുക്ക് ജോയോട് ചോദിച്ചു നോക്കാം എങ്ങനെയാണ്, എന്താണ് ഇപ്പോൾ തോന്നുന്ന കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ജോ, എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ കോതമംഗലം. അപ്പോൾ ബ്രില്യൻറ്റിൽ ഇപ്പോൾ 1 ഇയർ ആയി റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്നു അല്ലേ? അപ്പോൾ ഫസ്റ്റ് ബ്രില്യൻറ്റിക്ക് വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു മൊമെൻറ്റ് മനസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പഠിച്ച് അത്യാവശ്യം നല്ലൊരു റിസൾട്ട് വാങ്ങിച്ചിറങ്ങുക എന്നുള്ളതുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വിചാരിച്ച കാര്യം ഇപ്പം നടന്നിട്ടുണ്ട് അല്ലേ? നല്ലൊരു റിസൾട്ട് തന്നെ നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ബ്രില്യൻറ്റിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യം എന്തായിരുന്നു വന്നപ്പോൾ? ബ്രില്യൻറ്റിൽ ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഫാക്കൽറ്റീസ് എല്ലാം ഭയങ്കര നല്ലതാണ്. എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിച്ച് നമുക്ക് ക്ലിയർ ആക്കാൻ ഭയങ്കര എളുപ്പമുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ മെൻറ്റേഴ്സും എൻ്റെ ക്ലാസ് ടീച്ചറും ദീപു സാറും, പിന്നെ ഞാൻ റെസിഡൻഷ്യലിലും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ സാറുമാരും എല്ലാം ഭയങ്കര ഹെൽപ്പിംഗ് ആയിരുന്നു. അവരുള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്രയും നാൾ പിടിച്ചു നിന്നത് ഇവിടെ. അത് കുഴപ്പമില്ല, അവർ എല്ലാ കാര്യങ്ങളും ചെയ്തു തരാനും എല്ലാം ഫുൾ ഹെൽപ്പും സപ്പോർട്ടും ബ്രില്യൻറ്റിലെ ഫാക്കൽറ്റീസും എല്ലാം ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല സുഖമായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. എല്ലാം നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ പോയല്ലേ? അപ്പോൾ അതേ ജോയുടെ അമ്മയും അച്ഛനും ചേച്ചിയും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അച്ഛനോടൊന്ന് ചോദിച്ചു നോക്കാം എന്താണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നതെന്ന്. അച്ഛൻ എന്താ ചെയ്യുന്നത്? ഞാൻ അഡ്വക്കേറ്റാണ് ഹൈക്കോടതിയിൽ. അപ്പോൾ എന്ത് തോന്നുന്നു ഈ ഒരു മൊമെന്റിൽ? മോനിത് ഇത്രയും നല്ലൊരു റിസൾട്ടൊക്കെ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മൊമെന്റിൽ എന്താണ് തോന്നുന്നത്? നല്ല സന്തോഷമുണ്ട്. അവനിപ്പം ഇനിയിപ്പോൾ ഞങ്ങൾക്ക് വലിയ റിസ്ക് ഇല്ലാതെ ആയല്ലോ. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായൊരു സന്തോഷം നന്നായിട്ടുണ്ട്. ഇവിടുത്തെ കോളേജിലെ സാറന്മാരെ എല്ലാവരുമായിട്ട് നല്ല ബന്ധമുണ്ട്. പിന്നെ ഇവനെ കൂടുതൽ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന മെൻറ്റർ മറ്റേ ദീപു സാറായിരുന്നു. ദീപു ഭയങ്കരമായിട്ട് അവനെ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവന് ഈ ഹോസ്റ്റലിലൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ പോലും അവനത് ഒക്കെ ഓർക്ക് ചെയ്യാൻ പറ്റിയത് പുള്ളിയുടെ ഒരു ഹെൽപ്പ് കൊണ്ട് മാത്രം. അതിൻ്റെ ഒരു പ്രത്യേകത ഞങ്ങൾക്കുണ്ട്. പിന്നെ എല്ലാ സാറന്മാരെയും ഞങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാനും, ഇതിന് മുന്നോണ്ടായിരുന്ന യൂതിത് സാറാണെങ്കിലും എല്ലാവരുമായിട്ടും നല്ല ബന്ധമായിരുന്നു. എല്ലാവരും നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് കയറ്റിക്കൊണ്ട് വരണമെന്ന് ആഗ്രഹം ഉണ്ടായതുകൊണ്ടാണ് അവൻ കയറി വന്നത്. അപ്പോൾ നമ്മുടെ ജോയുടെ അമ്മ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ അമ്മ ഒരു ടീച്ചറാണ്. അപ്പോൾ നമുക്ക് അമ്മയോട് ചോദിച്ചു നോക്കാം എന്താണ് മകൻ്റെ ഈ ഒരു വിജയത്തിൽ ഫീൽ ചെയ്യുന്നതെന്ന്. അമ്മയ്ക്ക് എന്ത് തോന്നുന്നു? എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്, ഒത്തിരി നന്ദിയുണ്ട് ബ്രില്യൻറ്റ് ടീമിനോട്. കാരണം അത്രയ്ക്ക് എൻ്റെ 2 മക്കളും ബ്രില്യൻറ്റിൽ കൂടെ കടന്നു വന്നതാണ്. ഞങ്ങളുടെ ഫാമിലിക്കുള്ള ഹോൾ ഗ്രാറ്റിറ്റ്യൂഡ് ഞങ്ങൾ ഈ അവസരത്തിൽ പ്രദർശിപ്പിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവർ ടേക്ക് കെയർ ചെയ്തു. ഇപ്പോഴത്തെ മെൻറ്റർ ദീപു സാർ ആയിക്കോട്ടെ, ഇതിന് മുന്നിലത്തെ മെൻറ്റർ ഉദിത് സാർ ആയിക്കോട്ടെ, എല്ലാം അവരുടെ സ്വന്തം മക്കളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന അത്രയ്ക്ക് കോർഡിയലായിട്ട് മക്കളെ 2 പേരെയും ടേക്ക് കെയർ ചെയ്തു. മോള് ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ് പഠിക്കുന്നത്. മോനും അതുപോലെ തന്നെ ഇപ്പോൾ നല്ല റിസൾട്ടിലേക്ക് എത്തി. ഒത്തിരി താങ്ക് യു. അപ്പോൾ അതേ അമ്മ പറഞ്ഞതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ചേച്ചി നമ്മളുടെ ബ്രില്യൻറ്റിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു. അപ്പോൾ നമുക്ക് ചേച്ചിയോട് ഒന്ന് ചോദിച്ചു നോക്കാമല്ലേ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്, കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാം. എന്താ പേര്? എൻ്റെ പേര് മറിയ. ഞാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നു. 2nd ഇയർ വിദ്യാർത്ഥിയാണ്. ഓക്കെ. അപ്പോൾ ഏത് ഇയറിലായിരുന്നു നമ്മുടെ ബ്രില്യൻറ്റിൽ പഠിച്ചിട്ടുണ്ടായിരുന്നേ? 2021-2022 കാലയളവിലാണ് ഞാൻ ബ്രില്യൻറ്റിൽ പഠിച്ചത്. റിപ്പീറ്റ് ഞാൻ റെസിഡൻഷ്യലും ചെയ്തായിരുന്നു, അതുകൊണ്ട് 1 ഇയർ റിപ്പീറ്റും ചെയ്തായിരുന്നു. അപ്പോൾ ത്രൂ ഔട്ട് ഇവരുടെ ജേണി മൊത്തം നമ്മളുടെ ബ്രില്യൻറ്റിൻ്റെ കൂടെ തന്നെയായിരുന്നു. അപ്പോൾ ചേച്ചി ഇതേ നല്ലൊരു മെഡിക്കൽ കോളേജിൽ അഡ്മിഷനൊക്കെ എടുത്ത് നല്ല സ്മൂത്തായി പഠിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് ജോയുടെ കാര്യം വന്നിരിക്കുന്നത്. ജോയും ഇതേ ആഗ്രഹിച്ച കോളേജിൽ ആഗ്രഹിച്ച കോഴ്സിലൊക്കെ അഡ്മിഷൻ കിട്ടട്ടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ജോയ്ക്ക് ഏത് സബ്ജക്റ്റ് അല്ലെങ്കിൽ ഏത് കോഴ്സ് ഏത് കോളേജിൽ കിട്ടണം എന്നൊക്കെയാണ് ആഗ്രഹം? എനിക്ക് NIT ഇപ്പം ട്രിപ്പിൾ കിട്ടണം എന്നാണ് ആഗ്രഹം. അത് കിട്ടാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ NIT മെക്കാനിക്കൽ പോകാനാണ് താല്പര്യം. പിന്നെ നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ ലേണിംഗ് ആപ്പും അതുപോലെ തന്നെ ലൈബ്രറി അതൊക്കെ എത്രത്തോളം ഹെൽപ്ഫുൾ ആയിരുന്നു? ലേണിംഗ് ആപ്പിൽ അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ലേണിംഗ് ആപ്പിൽ എക്സാംസ് ഞാൻ കുറേ എഴുതുമായിരുന്നു. പിന്നെ ലൈബ്രറി ഞാൻ അത്രയ്ക്ക് അങ്ങ് യൂസ് ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ കയ്യിലുള്ള NCERT അത് വെച്ച് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ലൈബ്രറിയിൽ ഞാൻ അത്രയ്ക്ക് ഇതുണ്ടായിരുന്നില്ല. പക്ഷേ ലേണിംഗ് ആപ്പ് ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഉപയോഗിച്ചു. അതിലെ ക്ലാസ്സുകളും എക്സാംസും ഞാൻ നന്നായിട്ട് എഴുതുമായിരുന്നു. അതുപോലെ നമ്മുടെ ബ്രില്യൻറ്റിലെ ഫാക്കൽറ്റീസിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ബ്രില്യൻറ്റിലെ ഫാക്കൽറ്റീസ് എല്ലാം നല്ല സീനിയർ ഇവർ തന്നെയാണ്. അവർ നല്ലപോലെ പഠിപ്പിക്കും. അവർക്ക് ഭയങ്കര നോളജ് ഉണ്ട്. അവരുടെ നിന്ന് മാക്സിമം നമുക്ക് അവരുടെ ഒരു റിസോഴ്സാണ് അവർ. അപ്പോൾ അവരുടെ നിന്ന് മാക്സിമം നമ്മൾക്ക് എന്തോരം എടുക്കാൻ പറ്റുന്നോ അത് ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. 2 മക്കളും ദേ ബ്രില്യൻറ്റിൻ്റെ കൂടെ നടന്ന് നല്ലൊരു വിജയത്തിലേക്കാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ജോയ്ക്ക് ജീവിതത്തിലും ഇതേപോലെ തന്നെ നല്ല നല്ല ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റട്ടെ എന്ന് നമ്മുടെ ബ്രില്യൻറ്റ് ഫാമിലി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.